നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രിഫോൾഡ് ബ്രോഷർ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ പേജ് ചെയ്തു കഴിഞ്ഞു. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇനിയിപ്പോൾ 2ഉം 3ഉം പേജുകൾ നമുക്ക് ചെയ്യുന്ന ഭാഗം ഇന്ന് നോക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പിലാണ് നമ്മൾ ഈ ട്രൈഫോൾഡ് ബ്രോഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രൈഫോൾഡ് ബ്രോഷറിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പേജ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഇതിനെ വീണ്ടും സേവ് ആസ് ചെയ്ത് പേജ് 1 എന്നുള്ളത് പേജ് 2 എന്നാക്കി പേജ് 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനുള്ളിലുള്ള മെറ്റീരിയലുകളെല്ലാം തന്നെ പിക്ചറും മാറ്ററുകളും എല്ലാം തന്നെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. വീണ്ടും ഒന്നുകൂടെ സേവ് ചെയ്യുന്നു. അത് രണ്ടാമത്തെ പേജായിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യമായ പിക്ചറുകളെ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ വേണ്ട പിക്ചർ ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ഈ പടമാണ്. അതിനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട ശേഷം പിക്ചറിനെ ക്ലോസ് ചെയ്യാം. പിന്നെ ഏറ്റവും ടോപ്പിൽ തന്നെ അതിനെ കൊണ്ട് സെറ്റ് ചെയ്തു. ശേഷം വീണ്ടും അതിലേക്ക് ആവശ്യമുള്ള ലോഗോ ഒരിക്കൽ കൂടി എടുക്കുകയാണ്. എല്ലാ പേജുകളിലും തന്നെ ലോഗോ വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം കൂടുതൽ തവണ ലോഗോ കാണുമ്പോൾ അത് കൂടുതൽ ആളുകളുടെ മനസ്സിൽ പതിയുന്നതിനും അതിൻ്റെ പേര് കൂടുതൽ ഫെമിലിയർ ആകുന്നതിനും, പുതിയ പ്രോഡക്റ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ പേരുകൾ കൂടുതൽ ഫെമിലിയർ ആകുന്നതിനും ഒക്കെ അത് സാധിക്കും. അടുത്ത പിക്ചർ എടുക്കുകയാണ്. ഈ പിക്ചർ ഞാനത് സേവ് ചെയ്തിട്ടിരിക്കുന്ന ക്രമത്തിന് തന്നെയാണ്. 1, 2, 3 എന്ന് പറഞ്ഞ് ഫയൽ നെയിം കൊടുത്ത് തന്നെ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എളുപ്പമാണ് നമുക്കിത് എടുത്ത് വയ്ക്കാൻ. അതിന് ഈ സൈഡിൽ പ്ലേസ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ പേര് കൂടി അങ്ങ് എഴുതി വെക്കാം. അതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോന ഡിസൈൻസ് എന്ന് പറഞ്ഞുള്ള ഒരു മാറ്ററുണ്ട്. അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. കളർ വൈറ്റ് ആയതുകൊണ്ട് അത് കാണാത്തത്. നമുക്ക് ക്യാരക്ടറിൽ പോയിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ബ്ലാക്ക് കളറാണ് വേണ്ടത്. അതിനെ ഇവിടെ വയ്ക്കുന്നു. ഫുൾ ക്യാപിറ്റൽ ലെറ്ററുകളാക്കിയാണ് ഞാൻ കൊടുക്കുന്നതിന്. അല്പം കൂടി കനമുള്ള അക്ഷരം വേണ്ടിയതുകൊണ്ട് അതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അതിനെ ബോൾഡാക്കിയും കൊടുക്കുകയാണ്. അത്രയും വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ അടിയിൽ വരേണ്ടത് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പിക്ചർ കൂടെ ഇതുമായിട്ട് ചേർന്ന് വരാനുണ്ട്. ആ പിക്ചറിനെ കൂടി എടുത്ത് വെക്കുകയാണ് ഞാൻ. ഇതാണ് ആ പിക്ചർ. അല്പം ചെറുതായിട്ട് റൈറ്റ് സൈഡിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് അവിടെ വയ്ക്കുന്നു. ഇനി ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ളൊരു ടേബിളുണ്ട്. അതിവിടെ ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അത് അതേപടി കോപ്പി ചെയ്ത് എടുക്കുകയാണ്. ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. അത് കൂടുതൽ മാറ്റർ ആയതുകൊണ്ട് അതിനെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ശേഷം പേസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് കളറൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. ഇതിൻ്റെ സൈസ് ഒന്ന് അല്പം ചെറുതാക്കി കൊടുക്കണമെങ്കിൽ അവിടെ അത് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് സൈസിനെ ഒന്ന് ചെറുതാക്കുന്നു. അവിടെ സൂം ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്.
അതിന് ടേബിൾ പോലെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അല്പം ഇങ്ങനെ സ്പേസ് തട്ടി മാറ്റി ചെയ്യാനേ ഇവിടെ ഈ ഫോട്ടോഷോപ്പിൽ സാധിക്കുകയുള്ളൂ. മറ്റ് ചില സോഫ്റ്റ്വെയറിലാണ് ടാബ് സെറ്റിംഗ് ഉണ്ട്, ഇതിലത് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്പേസ് തട്ടി തന്നെ അതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തട്ടുന്നതിന് കറക്റ്റ് സ്പേസ് കൊടുക്കുമ്പോൾ എത്ര എണ്ണം എന്നുള്ളത് കറക്റ്റായിട്ട് എണ്ണി തന്നെ വേണം ചെയ്യാൻ. അപ്പം അതെല്ലാം ഒരേ ലെവലിൽ തന്നെ വന്ന് നിന്നുള്ളൂ. അപ്പം 3 പ്രാവശ്യമാണ് ഞാൻ തട്ടുന്നതെങ്കിൽ എല്ലാത്തിനും 3 തവണ തന്നെ തട്ടിക്കുക മതി. അപ്പോൾ ഒരേ ലെവലിൽ തന്നെ വന്ന് നിന്നുള്ളൂ. അത് വന്നു. അതിനുശേഷം 32A എന്നുള്ള ആ ഭാഗം തട്ടിക്കൊടുക്കാം. അവിടെ സ്പേസ് കൂടുതൽ വന്നിട്ടുണ്ട്, അത് വീണ്ടും നമുക്കിങ്ങനെ പോയി ബാക്ക് സ്പേസ് അടിച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ ടേബിൾ ഏതാണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്. അതിനെ എന്നിട്ടൊന്ന് സെൻറ്ററിലേക്ക് കറക്റ്റാക്കി വെക്കേണ്ടത് കൂടിയുണ്ട്. ഒരു മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ അതിനെ പ്ലേസ് ചെയ്യാം. അതിൻ്റെ ഗ്യാപ്പുകൾ അല്പം കൂട്ടി കൊടുക്കണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് രണ്ടാമത്തെ പേജ് പൂർത്തിയായി കഴിഞ്ഞു. ആ മാറ്റർ വരുന്ന ഭാഗത്ത്
അതായത് ആ ടേബിൾ വരുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു കളർ കൂടി അങ്ങ് ഫില്ല് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ടൂൾ എടുത്ത് ഇങ്ങനെ വരച്ചതിന് ശേഷം ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ N എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. നമുക്കൊരു കളർ അങ്ങ് ഫില്ല് ചെയ്യാം. ഏകദേശം ഇവിടെ എങ്ങാനും വരുന്ന ഒരു ലൈറ്റ് കളർ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അതിന് എന്നിട്ട് കൺട്രോൾ പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റ് അടിച്ചാൽ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. രണ്ടാമത്തെ പേജും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ പേജും നമ്മൾ ചെയ്യുമ്പോൾ അതിന് വീണ്ടും സേവ് ആസ് ചെയ്യുന്നു. പേജ് 3 എന്ന് പറഞ്ഞ് അതിന് ഫയൽ നെയിം കൊടുക്കുന്നു. അത് സേവ് ചെയ്തു. ഇതിനുള്ളിലുള്ള ഇപ്പം നമുക്ക് ഈ മേളത്തെ പടം, ഇത് ചിലപ്പോൾ ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഈ പിക്ചറൊന്നും നമുക്കിനി ആവശ്യമില്ല, അതെല്ലാം കളഞ്ഞു. നമ്മുടെ ലോഗോയും അതുപോലെ ആ പേരും മാത്രം ആവശ്യമുള്ളതുകൊണ്ട് അതിനെ അവിടെ നിലനിർത്തുന്നു. ഈ ടേബിളും ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും, തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് അടുത്ത അതിൻ്റെ പിക്ചറിനെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അടുത്ത പിക്ചർ ഇതാണ്. ഈ പിക്ചറിനെ നമ്മൾ അതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഈ സോന ഡിസൈൻസ് എന്നുള്ള ഭാഗത്ത് സ്റ്റീം ഡിസൈൻ എന്ന ഫയൽ നെയിം കോപ്പി പേസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പിക്ചറുകൾ എടുത്തുകൊണ്ട് ആ ഒരു പിക്ചറിനെ ഇവിടെ വയ്ക്കുന്നു. ഒരു പിക്ചറുകൾ കൊണ്ട് വലിപ്പം കൂട്ടി അതിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് അങ്ങനെ ആ 2 പേജുകളും ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.